എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ പറയുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു 3x3 റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് മലയാളത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. നമുക്കൊരു ക്യൂബ് സോൾവ് ആക്കുന്നതിൻ്റെ മുമ്പ് ക്യൂബിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യൂബിന് മൊത്തം 6 സെൻറ്റർ പീസസ് ആണ് ഉണ്ടാവുക. ഇതാണ് 1 2 3 4 5 6, അങ്ങനെ മൊത്തം 6 സെൻറ്റർ പീസസ് ഉണ്ടാകും. ഈ സെൻറ്റർ പീസസിനിപ്പോൾ ഈ സെൻറ്റർ പീസസിൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സൈഡിലത്തെ മൊത്തം കളറ്. ഇപ്പോൾ ഇതിന് ബ്ലൂ ആണല്ലോ, ബ്ലൂ കളറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സൈഡിലത്തെ മൊത്തം കളേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി 6 സെൻറ്റർ പീസസിൻ്റെ കളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ സൈഡിലത്തെ മുഴുവൻ കളേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്റർ പീസസിൻ്റെ പൊസിഷൻസ് മാറ്റാൻ സാധിക്കുന്നതല്ല. ഇതിൻ്റെ പൊസിഷൻസ് പെർമനൻ്റ് ആയിരിക്കും. ബ്ലൂക്ക് ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീനും, റെഡിന് ഓപ്പോസിറ്റ് ഓറഞ്ചും, യെല്ലോക്ക് ഓപ്പോസിറ്റ് വൈറ്റും ആ പൊസിഷൻ മാറ്റാൻ സാധിക്കുന്നതല്ല, അത് സ്ഥിരമായിരിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇതിലെ എഡ്ജ് പീസസിനെ കുറിച്ചിട്ടാണ്. എഡ്ജ് പീസസ് പറയുന്നത് ഇതിൽ 2 കളറുള്ള പീസസിന് പറയുന്നതാണ് എഡ്ജ് പീസസ്. അത് മൊത്തം ടോപ്പ് ലെയറിൽ 4 എണ്ണം, മിഡിൽ ലെയറിൽ 4 എണ്ണം, ബോട്ടം ലെയറിൽ 4 എണ്ണം, അങ്ങനെ മൊത്തം 12 എഡ്ജ് പീസസ് ആണ് ഈ ക്യൂബിൽ ഉള്ളത്. എഡ്ജ് പീസിൻ്റെ പൊസിഷൻ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ പൊസിഷൻ കണ്ടില്ലേ, ഇത് ഓറഞ്ച് യെല്ലോ, ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ അങ്ങനെ 2 സെൻറ്റേഴ്സ് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷൻ ആയിരിക്കും ഈ എഡ്ജ് പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ഓറഞ്ച് യെല്ലോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായി ഇവിടെ ആയിരിക്കും ഈ എഡ്ജ് പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ വരിക. ഇതാ ഇതുപോലെ. അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും എഡ്ജ് പീസസ് മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ കറക്റ്റ് പൊസിഷൻ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇതിലെ കോർണർ പീസുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ കോർണർ പീസുകൾ പറഞ്ഞാൽ ഈ 3 കളേഴ്സുള്ള പീസിനെ പറയുന്നതാണ് കോർണർ പീസുകൾ. അങ്ങനെ ടോപ്പ് ലെയറിൽ മൊത്തം 4 കോർണർ പീസും, ബോട്ടം ലെയറിലും 4 കോർണർ പീസും, അങ്ങനെ മൊത്തം 8 കോർണർ പീസസ് ആണ് ഈ ഒരു ക്യൂബിലുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എഡ്ജ് പീസസിൻ്റെ കാര്യം നോക്കിയതുപോലെ തന്നെ കോർണർ പീസസിൻ്റെ പൊസിഷനും ഇതേമാതിരി മാറിക്കിടക്കുകയാണെങ്കിൽ എങ്ങനെ ഡിസൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഇപ്പോൾ ഈ കോർണർ പീസിൻ്റെ കാര്യം എടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനിലല്ല കിടക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പൊസിഷൻ പറയുന്നത് ഓറഞ്ച് യെല്ലോ ബ്ലൂ ഇങ്ങനെ ഒരു കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷൻ അങ്ങനെ നോക്കാം. ഓറഞ്ച് യെല്ലോ ബ്ലൂ ഇത് ഈ 3 സെൻറ്റേഴ്സും ഓറഞ്ച് യെല്ലോ ബ്ലൂ 3 സെൻറ്റേഴ്സും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായ ഇവിടെയായിരിക്കും കറക്റ്റ് പൊസിഷൻ. പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇവിടെയായിരിക്കും. ഇതാ ഇതുപോലെ. അങ്ങനെ ഇപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും കോർണർ പീസസോ എഡ്ജ് പീസസോ മിക്സായി കിടക്കുകയാണെങ്കിൽ എവിടെയാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൽ മൊത്തം 12 എഡ്ജ് പീസസും 8 കോർണർ പീസസും ഉൾപ്പെടെ 20 പീസസിനെയാണ് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി 6 സെൻറ്റർ പീസസിനെ മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അല്ലാതെ മൂവ് ആവുകയില്ല. ഓരോ പീസസിനെ കുറിച്ച് പരിചയപ്പെട്ടു. ഇനി ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അതിന് ഒരു വേർഡ്സ് യൂസ് ചെയ്യും. ഇതിന് ഇംഗ്ലീഷിൽ നൊട്ടേഷൻ എന്നും പറയും. ആ നൊട്ടേഷൻ്റെ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ 6 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് റൈറ്റ് സൈഡിനെ ക്ലോക്ക് വൈസ് തിരിക്കുക, അതായത് ഇങ്ങനെ. ഇതിനെയാണ് 6 ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിക്കുക, അതിനെ 6 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി R' അത് പറയുന്നത് റൈറ്റ് സൈഡ് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക, അതായത് ഇങ്ങനെ.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു ക്ലോക്ക് വെച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു ക്ലോക്ക് വെച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് ക്ലോക്ക് വൈസ്. ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ 6 പറയുന്നത് ഇത് ക്ലോക്ക് വൈസ് ഇങ്ങനെയായിരിക്കും ക്ലോക്ക് കറങ്ങുക. 6ൻ്റെ R' ആൻറ്റി ക്ലോക്ക് വൈസ് അതിങ്ങനെയായിരിക്കും. ഇനി അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ അക്ഷരം സൂചിപ്പിക്കുന്നത് ആണ്. എല്ലിന് ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് പറയുന്നത് ഇങ്ങനെ. ഇവിടെ ഒരു ക്ലോക്ക് വെച്ച് ക്ലോക്ക് ഇങ്ങനെ ആയിരിക്കും തിരിക്കുക. അത് ക്ലോക്ക് വൈസും ഇങ്ങനെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പോൾ L'. ഇനി നെക്സ്റ്റ് അപ്പർ സൈഡ്. അപ്പോൾ അപ്പർ സൈഡ് ഇവിടെ ഒരു ക്ലോക്ക് വെച്ച് ക്ലോക്ക് ഇങ്ങനെ തിരിയും. അപ്പോൾ ഇത് U. ആൻറ്റി ക്ലോക്ക് വൈസ് U'. ഇനി ഇവിടെ ക്ലോക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ക്ലോക്ക് ഇങ്ങനെയായിരിക്കും തിരിയുക. അത് D. ഡൗൺ എന്നുള്ള അക്ഷരം അതുകൊണ്ടാണ്. ഇനി ഇത് ഓപ്പോസിറ്റ് തിരിയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് D'. ഇനി ഇവിടെ ഒരു ക്ലോക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഫേസ് ആക്കി പിടിക്കുമ്പോൾ ഇത് ബാക്ക് സൈഡ് ആണല്ലോ. അപ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ ആയിരിക്കും ക്ലോക്ക് തിരിയുക. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് B. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് B. അതായത് Bയും B'. ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ക്ലോക്ക് ഇങ്ങനെ ആയിരിക്കും തിരിയുക. അപ്പോൾ ഇത് ഫേസ് ആണല്ലോ F. അത് ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ F'. അതിങ്ങനെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റൊട്ടേഷൻ്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാതും പരിചയപ്പെട്ടു. ഇനി ഇതിൽ മൊത്തം നമ്മൾ 7 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ 7 സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് സോൾവ് ആക്കിയിരുന്നത്. അപ്പോൾ ഈ 7 സ്റ്റെപ്സിലും നമുക്ക് ബേസ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ തരത്തിലല്ല ഏത് തരത്തിലാണെങ്കിലും ക്യൂബ് മിക്സായി കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ഈ 7 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സോൾവ് ആക്കുക. അതിനെ ഏതെങ്കിലും ഒരു കളർ ബേസാക്കി പിടിക്കണം. ഞാനിവിടെ ബേസാക്കി പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വൈറ്റ് ഭാഗമാണ്. ഈ വൈറ്റ് കളറിൽ ഒരു പ്ലസ് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ കളറിൽ ഒരു പ്ലസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വൈറ്റിൽ എങ്ങനെ പ്ലസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ വൈറ്റിൽ പ്ലസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും കാണാൻ. അപ്പോൾ ഈ പ്ലസ് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഈ പ്ലസ് കറക്റ്റാണ്. എന്നാൽ ഇത് റോങ് പ്ലസ് ആണ്. കാരണം ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് വൈറ്റുമായി മാച്ചായി മാത്രം പോരാ. എഡ്ജ് പീസിൻ്റെ കൂടെയുള്ള കളറ് അതിൻ്റെ സെൻറ്ററുമായി മാച്ച് ആവണം. അപ്പോൾ ഇത് ബ്ലൂ ആണല്ലോ. ബ്ലൂവിൻ്റെ സെൻറ്ററുമായി ബ്ലൂ മാച്ചായിരിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള 4 എഡ്ജ് പീസുകളും അതിൻ്റേതായ സെൻറ്ററുമായി മാച്ച്ഡ് ആയിരിക്കണം. ഒപ്പം തന്നെ വൈറ്റുമായി മാച്ച്ഡ് ആയി മാത്രമായിരിക്കും ഒരു പ്ലസ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ സ്ഥാനത്ത് ഒരു വൈറ്റ് പോലും സോൾവ്ഡ് ആയിട്ടില്ല. വൈറ്റ് സോൾവ് ആക്കുന്നതിന് നമുക്ക് എഡ്ജ് പീസും ഒപ്പം സോൾവ് ആക്കണം അല്ലോ. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയുണ്ട്. വൈറ്റിൻ്റെ 4 എഡ്ജ് പീസുകൾ യെല്ലോയിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഈ 4 സ്ഥലത്തേക്കാണല്ലോ വൈറ്റിനെ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ചില സമയത്ത് ഇവിടെ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ സോൾവ്ഡ് ആയിട്ട് വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും സോൾവ്ഡ് ആയിട്ട് വന്നിട്ടില്ല. ഇനി ഇവിടെയൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റിൻ്റെ എഡ്ജ് പീസുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഇതാ ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ 4 എഡ്ജ് പീസസ് ഉണ്ട്. അതിനെ ഈ ടോപ്പ് ലെയറിൽ ഇവിടെ 4 പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാം. ഇതാണ് കേസ് ഫസ്റ്റ്. ഇതിനെ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക എന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ അത് ടോപ്പ് ലെയറിൽ എത്തുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ ഇത് കേസ് 1 നമ്മൾ സോൾവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നെക്സ്റ്റ് എഡ്ജ് പീസ് കണ്ടെത്തുക. ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട്, വൈറ്റിൻ്റെ എഡ്ജ് പീസാണ്. ഇതിനെ ഇവിടേക്കോ ഈ 3 സ്ഥാനങ്ങളിൽ എവിടേക്കെങ്കിലും കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നേരത്തെ കേസിൽ നമ്മൾ ഈ എഡ്ജ് പീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് മിഡിൽ ലെയറിലായിരുന്നു. എന്നാൽ ഇത് കിടക്കുന്നത് ഫസ്റ്റ് ലെയറിലാണ്. അപ്പോൾ ഇതിനെ ആദ്യം മിഡിൽ ലെയർ ആക്കണം. ശേഷം നേരത്തെ കേസിൽ ചെയ്തതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ മിഡിൽ ലെയർ ആക്കാൻ ഇവിടെ ഫ്രീ ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കണം. അതായത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
നമ്മുടെ ഉള്ള വൈറ്റ് തെറിച്ച് പോകാത്ത രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. അവിടെ വെച്ച് ഈ വൈറ്റിനെയാണല്ലോ ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിൻ്റെ മുമ്പ് മിഡിൽ ലെയറിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിഡിൽ ലെയറിൽ എത്തുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കേസിൽ ചെയ്തതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇത് കറക്റ്റ് ടോപ്പ് ലെയറിൽ 2 എഡ്ജ് പീസസ് സോളിഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 പൊസിഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. എനിക്ക് നെക്സ്റ്റ് എഡ്ജ് പീസ് ലഭിച്ചിരിക്കുന്നത് ഈ ലെയറിലാണ്, 3rd ലെയറിൽ. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ വലിയ ടഫായിട്ട് തോന്നും. ഇതിനെ ഈ 2 പൊസിഷനിലേക്ക് എവിടേക്കെങ്കിലും കൊണ്ടുവരാൻ ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമാണ്. അതെങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് നേരത്തെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇതിനെ ആദ്യം മിഡിൽ ലെയറിലേക്ക് ആക്കണം. മിഡിൽ ലെയറിലേക്ക് ആക്കാൻ ഈ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ അത് മിഡിൽ ലെയറിലാവുന്നതാണ്. ഈ മിഡിൽ ലെയറിലായതിനെ ഇനി നമുക്ക് എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം, അതായത് ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്കറിയാം, നേരത്തെ 2 കേസിൽ ചെയ്തതുപോലെ തന്നെ. എന്നാൽ ഇത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ച ഈ എഡ്ജ് പീസിനെ ഈ എഡ്ജ് പീസ് തെറിപ്പിക്കുന്നതാണ്. അത് പറ്റില്ല, നമ്മൾ സോൾവ് ചെയ്ത് വെച്ചതിനെ തെറിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒഴിഞ്ഞ ഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇവിടേക്ക് വരത്തക്ക രീതിയിൽ തിരിച്ചു വെക്കുക. ശേഷം ഈ വൈറ്റ് എഡ്ജ് പീസിനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ കൊണ്ടുവരിക. ഇപ്പോൾ എൻ്റെ 3 എഡ്ജ് പീസസ് ഇവിടെ കറക്റ്റായിട്ട് സോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്കും കൂടിയും വൈറ്റിൻ്റെ ഒരു എഡ്ജ് പീസിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് അത് എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതെനിക്ക് ഇവിടെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിനെ ഈ പൊസിഷനിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് 2 വട്ടം ഇങ്ങനെ തിരിക്കുക എന്നതാണ്. 2 വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇവിടേക്ക് എത്തും. ഇങ്ങനെ 2 വട്ടം റൊട്ടേറ്റ് ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ 2 വട്ടം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സോൾവ് ചെയ്ത് വെച്ച ഈ എഡ്ജ് പീസിനെ ഈ എഡ്ജ് പീസ് തെറിപ്പിക്കും. അത് പറ്റില്ല. അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ ഭാഗം ഇവിടേക്ക് മാറ്റിയിടുക. ഇതിപ്പോൾ ഒഴിഞ്ഞ ഭാഗമാണല്ലോ, വൈറ്റ് ഇല്ലാത്തത്. നമ്മൾ ഉദ്ദേശം ഈ വൈറ്റ് കൊണ്ടുവരിക കൊണ്ട് വൈറ്റ് ഇല്ലാത്തൊരു ഭാഗം ഒഴിഞ്ഞ ഭാഗം എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഭാഗം ഇവിടേക്കൊന്ന് തിരിച്ചു വെക്കുക. ശേഷം ഈ വൈറ്റിനെ 2 വട്ടം തിരിക്കുന്നതിലൂടെ ഇവിടേക്ക് എത്തുന്നതാണ്. 1 2 വട്ടം തിരിച്ചു. എനിക്ക് ഈ 4 എഡ്ജ് പീസസും കറക്റ്റ് പൊസിഷനിലായിട്ട് ഇവിടെ ലഭിച്ചു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഈ വൈറ്റിൻ്റെ 4 എഡ്ജ് പീസിൻ്റെ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരിക, അതിൻ്റെ കൂടെയുള്ള കളറും അതിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു എഡ്ജ് പീസ് സെലക്ട് ചെയ്യുക. ഞാൻ ഈ എഡ്ജ് പീസ് സെലക്ട് ചെയ്തു. ശേഷം അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതെനിക്കിവിടെ ഗ്രീനാണ് ലഭിച്ചിരിക്കുന്നത്. ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഇത് റെഡ് സെൻറ്ററാണ്, ഇവിടെയുണ്ട് ഗ്രീൻ സെൻറ്റർ. ഞാൻ ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം ഇത് 2 വട്ടം അതിൻ്റെ ഈ ഫേസ് നമ്മൾക്ക് ഇങ്ങനെ മുമ്പിലുള്ള ഈ ഭാഗം 2 വട്ടം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അത് ഈ വൈറ്റിൽ വന്നു ചേരുന്നതാണ്. ഒപ്പം തന്നെ ഈ കളറും മാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് എഡ്ജ് പീസ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ എഡ്ജ് പീസ് സെലക്ട് ചെയ്തു. അത് നമുക്ക് ഭാഗ്യവശാൽ അതിൻ്റെ സെൻറ്ററുമായി മാച്ച്ഡ് ആയിട്ട് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2 വട്ടം റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററുമായി മാച്ച്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എഡ്ജ് പീസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ എഡ്ജ് പീസ് സെലക്ട് ചെയ്തു. അതിൻ്റെ കൂടെയുള്ള കളർ പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഞാൻ മാച്ച് ചെയ്യിപ്പിച്ചു. ഇത് ഓറഞ്ച് സെൻറ്റർ ആയിരുന്നു, ഇത് ബ്ലൂ സെൻറ്ററാണ്. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം ഈ ഫേസിൻ്റെ ഭാഗം ഇത് നമ്മൾ ഫേസാക്കി പിടിച്ചതിന് ശേഷം ഇത് 2 വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് വൈറ്റിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തുന്നതാണ്. ഇനി നെക്സ്റ്റ് എഡ്ജ് പീസ് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ സെലക്ട് ചെയ്തു. അത് അതിൻ്റെ സെൻറ്ററുമായി ഓൾറെഡി മാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ പൊസിഷനിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് ഈ ഫേസ് 2 വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈറ്റിൽ കറക്റ്റ് ഒരു പ്ലസ് ആയിട്ട് രൂപപ്പെട്ട് വന്നിരിക്കുന്നു. വൈറ്റ് എഡ്ജ് പീസിൻ്റെ കൂടെയുള്ള കളറ് അതിൻ്റേതായ സെൻറ്ററുമായി മാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തീകരിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റിൻ്റെ 4 കോർണർ പൊസിഷനിലേക്ക് വൈറ്റിൻ്റെ പീസിനെ കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ക്യൂബ് ഏകദേശം ഇങ്ങനെ ഉണ്ടായിരിക്കും കാണാൻ. ഈ വൈറ്റ് ഫുള്ളായിട്ട് സോൾവ് ആകുന്നതിനൊപ്പം തന്നെ ഫസ്റ്റ് ലെയർ അതിൻ്റെ സെൻറ്ററുമായി കറക്റ്റ് മാച്ച്ഡ് ആയിട്ട് സോൾവ് ആകുന്നതാണ്. അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ സെൻറ്ററാണല്ലോ, ഓറഞ്ചിൻ്റെ സെൻറ്ററത്തെ ഫസ്റ്റ് ലെയർ അത് കറക്റ്റായിട്ട് ഇവിടെ അങ്ങനെ ഓരോ
പൊസിഷനിലെത്തും കളേഴ്സ് മാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ള 6 സ്റ്റെപ്പുകളിലും ക്യൂബ് പിടിക്കേണ്ടത് ഈ വൈറ്റിൻ്റെ പ്ലസ് ബോട്ടം വരുന്ന രീതിയിലാണ്. അതായത് ഇതിങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലാണ് ക്യൂബ് പിടിക്കേണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 6 സ്റ്റെപ്പുകളിലും ഈ വൈറ്റിൻ്റെ പ്ലസ് നഷ്ടപ്പെടാതെയും നോക്കുകയും വേണം. അപ്പോൾ ഇതിങ്ങനെ ബോട്ടം പിടിച്ചതിന് ശേഷം ഞാൻ ഈ വിരലിൽ വെക്കുന്ന ഈ 3rd ലെയറിൽ വൈറ്റ് സ്റ്റിക്കറുള്ള പീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എനിക്കിവിടെ ഒരു വൈറ്റ് സ്റ്റിക്കറുള്ള പീസിനെ ലഭിച്ചു. അപ്പോൾ ഇതേ ലെയറിൽ അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണ് നോക്കുക. എനിക്കിവിടെ ബ്ലൂ ആണ് ലഭിച്ചിരിക്കുന്നത്. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഞാനിവിടെ ഇത് ഗ്രീൻ്റെ സെൻറ്ററാണ്, ഇത് റെഡിൻ്റെ സെൻറ്ററാണ്, ബ്ലൂവിൻ്റെ സെൻറ്റർ. വൈറ്റ് കോർണർ പീസുള്ള ഈ ഭാഗത്തിൻ്റെ കൂടെയുള്ള കളർ ബ്ലൂ ആയിരുന്നു. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി ഞാൻ മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ, ഒരു കോർണർ പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ എങ്ങനെ ഡിസൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൂ വൈറ്റ് ഓറഞ്ച് മാച്ചായി വരുന്ന ഒരു സെൻറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് വരുന്നതിൻ്റെ മിഡിൽ ഭാഗത്തായിരിക്കും ഈ കോർണർ പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ. അതായത് വൈറ്റ് ബ്ലൂ ഓറഞ്ച്, വൈറ്റ് ബ്ലൂ ഓറഞ്ച്, ഈ 3 സെൻറ്റേഴ്സും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായി ഇവിടെയായിരിക്കും അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. ആ കറക്റ്റ് പൊസിഷൻ വരുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ഇപ്പോൾ നമ്മുടെ ഈ കോർണർ പീസ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 പീസസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി, അതായത് ഈ 2 പീസസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ കോർണർ പീസ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ ഈ പീസാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇതാണല്ലോ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പീസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറുള്ള ഭാഗം ഫേസ് ആക്കി പിടിക്കരുത്. ഇത് വൈറ്റ് കളറുള്ള ഭാഗമാണല്ലോ, അതിനെ ഫേസ് ആക്കി പിടിക്കരുത്. അതിൻ്റെ കളർ സൈഡ് ഉണ്ടാകും, അതേ ലെയറിൽ തന്നെ കളർ സൈഡ് ഉണ്ടാകും. ആ ഭാഗമായിരിക്കും നമ്മൾ ഫേസ് ആക്കി പിടിക്കേണ്ടത്. ശേഷം ഈ 2 പീസസ് തമ്മിലാണല്ലോ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ആ 2 പീസസും പിടിക്കുക, ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവരിക. ഞാൻ ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവന്നു. ശേഷം ഈ ബ്ലൂ സ്റ്റിക്കറിനെ ഈ റെഡ് സ്റ്റിക്കറുമായി എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ അതിനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്തു. ശേഷം നമ്മുടെ ഇവിടെ ഒരു വൈറ്റിൻ്റെ ഒരു എഡ്ജ് പീസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് ഇവിടെ ഉണ്ട്. അതിനെ തിരികെ കൊണ്ടുവരിക. ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ അത് കറക്റ്റായിട്ട് അതേ പൊസിഷനിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ കോർണർ പീസ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നു. ബ്ലൂ വൈറ്റ് ഓറഞ്ച് എന്ന് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായ ഇവിടേക്ക് ആ വൈറ്റിൻ്റെ കോർണർ പീസിനെ കറക്റ്റായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നു. ഇനി നെക്സ്റ്റ് 3 ഭാഗത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഈ ക്യൂബ് ഇങ്ങനെ ബോട്ടമിലാക്കി പിടിക്കുക. ശേഷം ഈ ലെയറിൽ എവിടെയെങ്കിലും വൈറ്റ് സ്റ്റിക്കറുള്ള പീസ് ഉണ്ടോ എന്ന് നോക്കി. അതെനിക്കിവിടെ ഒരു വൈറ്റ് സ്റ്റിക്കറുള്ള പീസ് കിട്ടി. അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതെനിക്കിവിടെ ഗ്രീനാണ് ലഭിച്ചിരിക്കുന്നത്. ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഇത് ബ്ലൂവിൻ്റെ സെൻറ്ററാണ്, ഇത് ഓറഞ്ചിൻ്റെ സെൻറ്ററാണ്, ഇത് ഗ്രീൻ്റെ സെൻറ്റർ. ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം നമ്മൾ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇത് വൈറ്റ് സൈഡാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പീസിൻ്റെ വൈറ്റ് സൈഡല്ല കളർ സൈഡ് പിടിക്കുക. ശേഷം ഈ 2 പീസസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഗ്രീൻ വൈറ്റ് റെഡ്, ഗ്രീൻ വൈറ്റ് റെഡ് 3ഉം കൂടി സെൻറ്റേഴ്സ് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായി ഇവിടെ ആയിരിക്കും ഈ ക്യൂബിൻ്റെ കറക്റ്റ് പൊസിഷൻ. അതിൻ്റെ തൊട്ട് മുകളിലാണ് ഇപ്പോൾ നമ്മുടെ പീസ് നിൽക്കുന്നത്. അപ്പോൾ ഈ പീസിനെ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് കളർ സൈഡ് പിടിച്ചതിന് ശേഷം ഇത് 2ഉം പിടിക്കുക. എന്നിട്ട് ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവന്ന് ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യാനേ നേരത്തെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിത് മാച്ച്ഡ് ആയിട്ട് വന്നു. ശേഷം നമ്മുടെ ഇപ്പോൾ വൈറ്റിൻ്റെ എഡ്ജ് പീസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് ഇവിടെയുണ്ട്. അതിനെ ഇങ്ങോട്ട് താഴേക്ക് ഇറക്കുക. അതിനായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ കോർണർ പീസ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലായിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പീസിനെ കൊണ്ടുവരാനായിട്ട് ഈ 2 പൊസിഷനിലേക്കാണ് ഇനി കൊണ്ടുവരേണ്ടത് വൈറ്റിൻ്റെ കോർണർ പീസിനെ. അപ്പോൾ അതിനായിട്ട് ഈ 3rd ലെയറിൽ വെള്ള സ്റ്റിക്കറുള്ള പീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടെയുണ്ട് ഒരു വെള്ള സ്റ്റിക്കറുള്ള പീസ്.
അപ്പോൾ നേരത്തെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക, അതേ ലെയറിൽ. അപ്പോൾ ഇതെനിക്കിവിടെ ബ്ലൂ ആണ് ലഭിച്ചിരിക്കുന്നത്. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഞാൻ ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം ഇപ്പോൾ ബ്ലൂ, റെഡ്, വൈറ്റ്, ഇപ്പോൾ ഈ വൈറ്റ് ഇവിടെയും ബ്ലൂ ഇവിടെയും റെഡ് ഇവിടെയും വരുന്ന രീതിയിൽ ക്യൂബിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ ഈ ക്യൂബിനെ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇങ്ങനെ പിടിക്കാൻ സാധിക്കുകയില്ല. നേരത്തെ 2 കേസിലും നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു പീസിനെ അതിൻ്റെ ബോട്ടത്തേക്ക് ഇങ്ങോട്ട് ഇറക്കുകയായിരുന്നു. എന്നാൽ ഈ കേസിൽ ഈ പീസ് അതിൻ്റെ കളർ സൈഡ് പിടിച്ചപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് വന്നത്. റൈറ്റ് സൈഡിലുള്ള ഒരു പീസിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇറക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ 2 പീസ് തമ്മിലാണല്ലോ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടും പിടിക്കുക, ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവരിക. ഈ പീസിനെ ഈ പീസുമായാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. നേരത്തെ കേസിൽ ഇവിടെ ഉണ്ടായിരുന്ന പീസിനെ ഇവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടിയിരുന്നത്, അത് നമ്മൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്. എന്നാൽ ഈ കേസിൽ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ ഈ വൈറ്റിൻ്റെ ഒരു എഡ്ജ് പീസ് ഇവിടെ നമുക്ക് നഷ്ടമായിരിക്കുന്നു, അതിനെ തിരികെ കൊണ്ടുവരിക. അപ്പോൾ എനിക്കിവിടെ എൻ്റെ പ്ലസ് പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. കൂടെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ കോർണർ പീസിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. ഇനി ഈ പൊസിഷനിലേക്ക് അതിൻ്റെ വൈറ്റ് കോർണറിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനെ വൈറ്റ് കോർണർ എവിടെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ ലെയറിൽ എവിടെയെങ്കിലും ഉണ്ടോ വൈറ്റ് കളറുള്ള സ്റ്റിക്കർ എന്ന് നോക്കാം. എനിക്ക് 3rd ലെയറിൽ ഒരു വൈറ്റ് കളറുള്ള സ്റ്റിക്കറും ലഭിച്ചില്ല. എന്നാൽ അത് ഈ ലെയറിൽ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ ലെയറിൽ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷനാണ് മാറിക്കിടക്കുന്നത്. വൈറ്റ് ഇവിടേക്കും ഓറഞ്ച് ഇവിടേക്കും ഗ്രീൻ ഇവിടേക്കുമാണ് വരേണ്ടത്. അതിൻ്റെ കളർ കോമ്പിനേഷനാണ് മാറിക്കിടക്കുന്നത്. അതാണ് നമുക്ക് ശരിയാക്കാനുള്ളത്. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് നമ്മൾ നേരത്തെ കേസിൽ ചെയ്തതുപോലെ തന്നെ വൈറ്റ് സൈഡല്ല പിടിക്കേണ്ടത്, അതിൻ്റെ കളർ സൈഡ് പിടിച്ചതിന് ശേഷം ഇതിനെ ഈ 2 പീസസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ പീസ് താഴേക്ക് ഇറങ്ങുകയും ഈ പീസ് മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ മുമ്പത്തെ കേസിൽ ചെയ്തതുപോലെ തന്നെയാകും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് കളർ സൈഡ് പിടിച്ചതിന് ശേഷം ഈ 2 പീസസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. ഇത് രണ്ടും പിടിക്കുക, ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവരിക. ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുക. ഞാനിവിടെ എക്സ്ചേഞ്ച് ചെയ്തു. ശേഷം താഴേക്ക് ഇറക്കുക. അപ്പോൾ നമുക്ക് എന്താ ലഭിച്ചത്? ഈ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് കോർണർ പീസിനെ 3rd ലെയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി 3rd ലെയറിൽ കൊണ്ടുവന്നാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക, അത് ഓറഞ്ച് ആണ്. ഓറഞ്ചിനെ ഓറഞ്ച് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ശേഷം ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ തൊട്ടു മുകളിലാണ് നിൽക്കുന്നത്, നമ്മൾ 3 കേസിലും കണ്ടതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടും പിടിക്കുക, ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ പീസിനെ ഈ പീസുമായാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക, താഴേക്ക് തന്നെ ഇറക്കുക. വൈറ്റിൻ്റെ പ്ലസ്സിന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് തിരികെ കൊണ്ടുവരാനായി താഴേക്ക് തന്നെ ഇറക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് ഇവിടെ ഫുള്ളായിട്ട് സോൾവ് ആകുന്നതിനൊപ്പം തന്നെ ഈ ഫസ്റ്റ് ലെയറിലെ കളേഴ്സ് അതിൻ്റെ സെൻറ്ററുമായി കറക്റ്റ് മാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്മോൾ ടീ പോലെ. ഇനി ഇതിൽ ചില കേസുകളിൽ ഇങ്ങനെ വരാറുണ്ട്. അതായത് ഇത് നമ്മൾ ബോട്ടമാക്കി പിടിക്കുമ്പോൾ ഈ 3rd ലെയറിൽ ഒരു വൈറ്റ് സ്റ്റിക്കറും വരാത്ത രീതിയിൽ അതിൻ്റെ ഒപ്പം തന്നെ ആ വൈറ്റ് സ്റ്റിക്കർ ഈ ടോപ്പ് ലെയറിലേക്ക് പോകുന്ന രീതിയിൽ വരുന്ന കേസുകളും നമുക്ക് ചിലപ്പോൾ വരും. അപ്പോൾ ആ കേസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആ കേസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ ആദ്യം ഈ 3rd ലെയറിലേക്ക് ആക്കി കൊണ്ടുവരണം. അതിൻ്റെ മുമ്പൊരു പണിയുണ്ട്. ഇതിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ്റെ തൊട്ടു മുകളിൽ ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് ഇത് ഏതാണ് കറക്റ്റ് പൊസിഷൻ എന്ന് ഡിസൈഡ് ചെയ്യണം. റെഡ്, ഗ്രീൻ, വൈറ്റ്, റെഡ്, ഗ്രീൻ, വൈറ്റ്, ഇങ്ങനെ 3 സെൻറ്റേഴ്സും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായി ഇവിടെയായിരുന്നു ഈ കോർണർ പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ. അതിൻ്റെ തൊട്ട് മുകളിലായി ഇവിടേക്ക് ഈ കോർണർ പീസിനെ കൊണ്ടുവരണം. ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വന്നിരിക്കുന്നു. ഇനി ഇതിനെ ഇങ്ങോട്ടാണ് മാറ്റേണ്ടത്. എന്നാൽ ഇത് 3rd ലെയറിൽ വൈറ്റ് വന്നിട്ടില്ലാത്തത് കൊണ്ട് 3rd ലെയറിലേക്ക് ആദ്യം കൊണ്ടുവന്നതിന് ശേഷം ആണ് വൈറ്റിനെ കറക്റ്റായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് 3rd ലെയറിലേക്ക് കൊണ്ടുവരണം. 3rd ലെയറിലേക്ക് കൊണ്ടുവരാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും മതി.
അപ്പോൾ നമുക്കിവിടെ ഇതിനെ തേർഡ് ലെയറിലായിട്ട് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തേർഡ് ലെയറിലായിട്ട് ലഭിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റിൻ്റെ ഒരു പ്ലസിൻ്റെ ഒരു എഡ്ജ് പീസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് തിരികെ കൊണ്ടുവന്നാൽ ആ വൈറ്റ് കോർണർ പീസ് വീണ്ടും അതിൻ്റെ റോങ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ രണ്ട് പൊസിഷനിലേക്ക് എവിടേക്കെങ്കിലും ഈ വൈറ്റിനെ റൊട്ടേറ്റ് ചെയ്ത് മാറ്റിയിടുക. ഈ പീസിനെ റൊട്ടേറ്റ് ചെയ്ത് മാറ്റുക. ശേഷം ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസിനെ സോൾവ് ചെയ്യാനായി താഴേക്ക് ഇറക്കുക. ഇപ്പോൾ എന്തായി? നമ്മുടെ വൈറ്റ് ആ കളറുള്ള സ്റ്റിക്കർ അത് തേർഡ് ലെയറിലായിട്ട് ലഭിച്ചിരിക്കുന്നു. ഈ തേർഡ് ലെയറിലായിട്ട് ലഭിച്ചാൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതിവിടെ ഗ്രീൻ ആണ്. ഇത് ബ്ലൂ സെൻറ്ററാണ്. ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഞാൻ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം ഈ പീസുമാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് നമുക്ക് മുമ്പത്തെ 3 കേസുകളിൽ നിന്ന് അറിയാവുന്നതാണ്. അപ്പോൾ ഈ പീസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനായി അത് രണ്ടും പിടിക്കുക. ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരിക. ശേഷം ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. താഴേക്ക് തന്നെ ഇറക്കുക. നമ്മുടെ വൈറ്റിൻ്റെ പ്ലസ്സിന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് താഴേക്ക് തന്നെ ഇറക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ഇവിടെ ഫുള്ളായിട്ട് സോൾവ് ആയിരിക്കുന്നു. ഒപ്പം തന്നെ ഫസ്റ്റ് ലെയറിലെ കളറ് അതിൻ്റെ സെൻറ്റേഴ്സുമായി മാച്ച്ഡ് ആയിട്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെയറിലെ ഈ 4 എഡ്ജ് പീസുകൾ സോൾവ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ 4 എഡ്ജ് പീസുകൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ക്യൂബ് ഞാൻ പറഞ്ഞല്ലോ, ഇനി മുതലുള്ള എല്ലാ സ്റ്റെപ്പുകൾക്കും ക്യൂബ് ഈ പ്ലസ് താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ശേഷം ഈ തേർഡ് ലെയറിൽ എവിടെയെങ്കിലും മഞ്ഞ ഇല്ലാത്ത എഡ്ജ് പീസുകൾ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ എഡ്ജ് പീസിൽ മഞ്ഞയുണ്ട്, അത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ എഡ്ജ് പീസിൽ മഞ്ഞയില്ല, അതുകൊണ്ട് അത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ പീസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ തേർഡ് ലെയറിലുള്ള കളർ ഏതാണെന്ന് നോക്കാം. അതെനിക്കിവിടെ ഗ്രീൻ ആണ് ലഭിച്ചിരിക്കുന്നത്. ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ എനിക്കിവിടെ ഓൾറെഡി മാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനെ കറക്റ്റാക്കി ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കുക. മാച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിലുള്ള അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണ് നോക്കാം. അതിവിടെ എനിക്ക് റെഡാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. റെഡിൻ്റെ സെൻറ്റർ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ റെഡ് എന്നീ 2 കളേഴ്സ് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായ ഗ്രീൻ റെഡ് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനായ ഇവിടെയായിരിക്കും ഈ എഡ്ജ് പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ഇത് എങ്ങോട്ടാണ് വരേണ്ടത്? അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഈ എഡ്ജ് പീസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇറങ്ങിയാലാണ് അത് കറക്റ്റ് പൊസിഷനിൽ ആയി വരികയുള്ളൂ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് നമുക്കൊരു ആൽഗോരിതം യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ ആൽഗോരിതം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ ഇങ്ങനെ ഫേസ് ആക്കി പിടിച്ചതിന് ഏതാണോ എഡ്ജ് പീസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ എഡ്ജ് പീസ് നമ്മുടെ ഫേസ് ആക്കി പിടിച്ചതിന് ശേഷം ഈ ആൽഗോരിതം യൂസ് ചെയ്യുക. യു പറയുന്നത് ഇങ്ങനെയായിരുന്നു, എന്നാൽ ഇത് യു ഡാഷ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. യു ഡാഷ് എൽ. ഇപ്പോൾ നമ്മുടെ ആൽഗോരിതം യൂസ് ചെയ്തു. ഇനി നമ്മുടെ ഇവിടെ ഒരു വൈറ്റ് കോർണറിനെ നഷ്ടമായിരിക്കുന്നു. ഇതിന് നമുക്ക് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ നോക്കേണ്ടത്? ഈ തേർഡ് ലെയറിൽ വൈറ്റ് സ്റ്റിക്കറുള്ള പീസ് ഉണ്ടോ എന്ന് നോക്കാം. എനിക്കിവിടെ വൈറ്റ് സ്റ്റിക്കറുള്ള ഒരു പീസ് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെയുള്ള കളറ് റെഡാണ്. റെഡിനെ റെഡ് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ശേഷം ഈ 2 പീസസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടും ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവരിക. ഇങ്ങനെ തിരിക്കുക. അതായത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തിരിച്ചതിന് ശേഷം താഴേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആ എഡ്ജ് പീസ്, ഇവിടെ ഉണ്ടായിരുന്ന എഡ്ജ് പീസ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് കാണാം. ഗ്രീന് ഗ്രീൻ മാച്ചായിട്ടും റെഡിന് റെഡ് മാച്ചായിട്ടും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എഡ്ജ് പീസ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ടോപ്പ് ലെയറിൽ മഞ്ഞയില്ലാത്ത എഡ്ജ് പീസുകളെയായിരുന്നു കണ്ടെത്തേണ്ടത്. ഇവിടെ ഒരു മഞ്ഞയില്ലാത്ത എഡ്ജ് പീസിനെ ലഭിച്ചു. അതിൻ്റെ തേർഡ് ലെയറിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതെനിക്കിവിടെ ബ്ലൂ ആണ് ലഭിച്ചിരിക്കുന്നത്. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ശേഷം ഓറഞ്ച് ആണല്ലോ, ഓറഞ്ച് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ബ്ലൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഓറഞ്ച് വരുന്നത്.
അതുകൊണ്ട് ഈ എഡ്ജ് പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ പറയുന്നത് ഇവിടെയാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടത്. ലെഫ്റ്റ് സൈഡിൻ്റെ നേരത്തെ കേസിൽ ചെയ്തത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ ആൽഗോരിതം യൂസ് ചെയ്യുക. അതായത് യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ ആ ആൽഗോരിതം യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വൈറ്റ് കോർണറിനെ നഷ്ടമായിരിക്കുന്നു, അതിനെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് തേർഡ് ലെയറിൽ വൈറ്റ് സ്റ്റിക്കറുള്ള പീസിനെ കണ്ടെത്തുക. അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണ് നോക്കുക. അതെനിക്കിവിടെ ഓറഞ്ചാണ്. ഓറഞ്ച് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ശേഷം ഈ രണ്ട് പീസസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അതിനെ രണ്ടിനെ പിടിച്ചതിന് ശേഷം ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവരിക. ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, താഴേക്ക് തന്നെ ഇറക്കുക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആ എഡ്ജ് പീസ് കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും അതിൻ്റെ എഡ്ജ് പീസുകളെ കറക്റ്റായി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് ടോപ്പ് ലെയറിൽ മഞ്ഞയില്ലാത്ത എഡ്ജ് പീസുകളെ കണ്ടെത്തുക. ഇതിൽ മഞ്ഞയുണ്ട്, അത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ പീസിൽ മഞ്ഞയില്ല, അതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യുക. അതിൻ്റെ തേർഡ് ലെയറിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതെനിക്കിവിടെ ഗ്രീൻ ആണ് ലഭിച്ചിരിക്കുന്നത്. ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഇത് റെഡിൻ്റെ സെൻറ്ററാണ്, ഇത് ബ്ലൂവിൻ്റെ സെൻറ്ററാണ്. ഓറഞ്ച് ഗ്രീനിനെ ഗ്രീൻ സെൻറ്ററുമായി ഞാൻ മാച്ച് ചെയ്യിപ്പിച്ചു. അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണ്, നേരത്തെ കേസിൽ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതിവിടെ ഓറഞ്ചാണ്. എന്നാൽ ഈ കേസിൽ ഓറഞ്ച് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ പീസ് കറക്റ്റ് പൊസിഷൻ ഇവിടെയാണ്, റൈറ്റിലേക്കാണ് ഇറങ്ങി വരേണ്ടത്. അതുകൊണ്ട് ഇതിന് യൂസ് ചെയ്യേണ്ടത് ആൽഗോരിതം വേറെയാണ്. റൈറ്റിൻ്റെ ആൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് യു ആർ ഡാഷ്. ഈ ആൽഗോരിതം യൂസ് ചെയ്താൽ നമ്മുടെ വൈറ്റിൻ്റെ ഒരു കോർണറിന് ഇവിടെ നഷ്ടമായിരിക്കുന്നു. അതിനെ നമുക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് തേർഡ് ലെയറിൽ വൈറ്റ് കളറുള്ള സ്റ്റിക്കറിനെ നോക്കുക. ഇവിടെ ഒരു വൈറ്റ് കളറുള്ള സ്റ്റിക്കറുണ്ട്. അതിൻ്റെ കൂടെയുള്ള കളർ ഓറഞ്ചാണ്. ഓറഞ്ചിനെ ഓറഞ്ച് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ശേഷം ഈ രണ്ട് പീസസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടും പിടിച്ച് ഒരേ സമയം ടോപ്പ് ലെയറിൽ കൊണ്ടുവരിക. ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുക. അതിനായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ശേഷം താഴേക്ക് തന്നെ ഇറക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സോൾവ് ആകുന്നതിനൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ എഡ്ജ് പീസ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെയായിരുന്നു ആ എഡ്ജ് പീസ് ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ കറക്റ്റ് പൊസിഷനായ റൈറ്റിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എഡ്ജ് പീസിനെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് തേർഡ് ലെയറിൽ മഞ്ഞയില്ലാത്ത എഡ്ജ് പീസുകളുണ്ടോ എന്ന് നോക്കുക. ഈ പീസിൽ മഞ്ഞയുണ്ട്, അത് കൺസിഡർ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിലും മഞ്ഞയുണ്ട്, ഇതിലും മഞ്ഞയുണ്ട്, ഇതിലും മഞ്ഞയുണ്ട്. അതുകൊണ്ട് ഈ പീസസും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ നമുക്കിവിടെ ഒരെണ്ണം സോൾവ് ചെയ്യാനുമുണ്ട്. പക്ഷേ അതിൻ്റെ എഡ്ജ് പീസിൻ്റെ പൊസിഷൻ കറക്റ്റാണ്, അതിൻ്റെ കളർ കോമ്പിനേഷനാണ് റോങ് ആയിട്ട് വന്നിരിക്കുന്നത്. ബ്ലൂ ഇങ്ങോട്ടാണ് മാച്ച്, ഇവിടെയായിരുന്നു ബ്ലൂ വരേണ്ടത്, ഇവിടെ റെഡുമാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി നേരത്തെ 3 കേസിനേക്കാൾ കുറച്ചും കൂടി ടഫാണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇതിനെ ആദ്യം നമ്മുടെ തേർഡ് ലെയറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ 4 പൊസിഷനിലേക്ക് എവിടേക്കെങ്കിലും കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇതിപ്പോൾ റൈറ്റിലാണല്ലോ കിടക്കുന്നത്, റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് സങ്കല്പിച്ചാലും മതി. അപ്പോൾ ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിലൂടെ ഈ പീസ് ഇങ്ങോട്ടും മാറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നേരത്തെ 3 കേസിൽ ഉള്ളതുപോലെ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഈ പീസിനെ ഇങ്ങോട്ട് ഇറക്കാനായിട്ട് റൈറ്റിൻ്റെ ആൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് യു ആർ ഡാഷ്. ഈ ആൽഗോരിതം യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് കോർണർ ഇവിടെ നഷ്ടമായിരിക്കുന്നു. അതിനെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് വൈറ്റ് സ്റ്റിക്കറിലുള്ള പീസിനെ തേർഡ് ലെയറിൽ കണ്ടെത്തുക. അതിൻ്റെ കൂടെയുള്ള കളറ് റെഡാണ്. റെഡിനെ റെഡ് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ഞാനിവിടെ റെഡിനെ റെഡ് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ഈ 2 പീസസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടും പിടിക്കുക. ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരിക. ശേഷം ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുക. അതിനായിട്ട് ഇങ്ങനെ തിരിക്കുക, താഴേക്ക് തന്നെ ഇറക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കളർ കോമ്പിനേഷൻ റോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു, അത് തേർഡ് ലെയറിലേക്ക് കയറിയിരിക്കുന്നു. അത് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നമുക്കറിയാം. ഈ കേസിന് ഈ ലെയറിലുള്ള കളർ ഏതാണ് നോക്കുക. അത് ബ്ലൂ ആണ്. ബ്ലൂവിനെ ബ്ലൂ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. ശേഷം ഇതിൻ്റെ കൂടെയുള്ള കളർ റെഡാണ്. അപ്പോൾ റെഡിൻ്റെ സെൻറ്റർ എവിടെയാണ് നോക്കുക. റെഡിൻ്റെ സെൻറ്റർ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്.
റൈറ്റ് സൈഡിൻ്റെ ആൽഗോരിതമാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അതിനായിട്ട് യു ആർ ഡാഷ് എന്ന ആൽഗോരിതം ഞാൻ യൂസ് ചെയ്തു. ശേഷം ഇപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് കോർണറിനെ ഇവിടെ നഷ്ടമായിരിക്കുന്നു. അതിനെ അങ്ങോട്ട് തന്നെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് തേർഡ് ലെയറിൽ വൈറ്റ് കോർണറിലുള്ള പീസിനെ കണ്ടെത്തി അതിൻ്റെ കൂടെയുള്ള കളർ റെഡാണ്. റെഡിനെ റെഡ് സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിച്ചു. ശേഷം ഈ രണ്ട് പീസസ് തമ്മിലാണല്ലോ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അത് രണ്ടും പിടിക്കുക, ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരിക, ഈ പീസിനെ ഈ പീസുമായി എക്സ്ചേഞ്ച് ചെയ്യുക. അതിനായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, താഴേക്ക് തന്നെ ഇറക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റും സോൾവ് ആയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഈ പീസും സോൾവ് ആയി. ഈ പീസ് സോൾവ് ആകുന്നതിലൂടെ നമ്മുടെ ഈ സെക്കൻഡ് ലെയർ ഫുള്ളായിട്ട് സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററുമായി മാച്ച്ഡ് ആയിട്ട് ഒപ്പം തന്നെ കളർ കോമ്പിനേഷനും കറക്റ്റായിട്ട് സോൾവായി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ 3 സ്റ്റെപ്സ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യെല്ലോയിൽ ഒരു പ്ലസ് രൂപപ്പെടുത്തുക എന്നതാണ്. നമ്മൾ വൈറ്റിൽ രൂപപ്പെടുത്തിയല്ലോ, അതുപോലെ തന്നെ ഒരു പ്ലസ് യെല്ലോയിൽ രൂപപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് പൂർത്തീകരിച്ചാൽ ക്യൂബ് ഏകദേശം ഇങ്ങനെ ഉണ്ടായിരിക്കും കാണാൻ. സ്റ്റെപ്പ് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 3 രീതിയിലായിരിക്കും ക്യൂബ് ഉണ്ടാവുക. അതിൻ്റെ ഈ എഡ്ജ് പീസസിൻ്റെ പൊസിഷൻ ആണ് പറയുന്നത്. അതിൻ്റെ ഏതൊക്കെ സോൾവ് ആയി എന്നതിൻ്റെ ബേസിലാണ് 3 കേസുകൾ എന്ന് പറയുന്നത്. അതേ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ 3 കേസുകളാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റത്തെ കേസാണ് ഇത്. ഈ കേസ് എന്ന് പറയുന്നത് ഇതിൽ 2 എഡ്ജ് പീസസ് സോൾവ്ഡ് ആണ്. അതൊരു ലൈൻ പോലെയാണ് സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലൈൻ പോലെയുള്ള ഭാഗം നമ്മുടെ ഫേസ് ആക്കി വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതായത് ഇത് നമ്മുടെ പാരലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. ഇങ്ങനെ പിടിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാരലല്ലോ, ഈ ലൈന് നമുക്ക് ഫേസ്ഡ് അല്ല. ഈ എഡ്ജ് പീസ് നമ്മുടെ ഫേസ്, ഈ 2 എഡ്ജ് പീസസ് നമ്മുടെ ഫേസ് ആക്കി വരുന്ന രീതിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അത് എങ്ങനെ വേണമെങ്കിലും പിടിക്കാവുന്നതാണ്, പക്ഷേ ഇങ്ങനെ പിടിക്കാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്, എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ എന്തായി? നമുക്ക് യെല്ലോയിൽ ഒരു പ്ലസ് രൂപപ്പെട്ടിരിക്കുന്നു. ഈ കേസ് നമ്മളിവിടെ സോൾവ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 2 എഡ്ജ് പീസസ് തന്നെ ഇവിടെ സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അത് രണ്ടും അടുത്തടുത്തുള്ള എഡ്ജ് പീസസ് ആണ്. ഇവിടെ 2 അടുത്തടുത്തുള്ള എഡ്ജ് പീസസ് ആണ് സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ കേസിൽ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു എഡ്ജ് പീസസ് ഉണ്ടായിരുന്നത്. ഇത് 2 അടുത്തടുത്തുള്ള എഡ്ജ് പീസസ് ആണ്. ഇതെങ്ങനെയാണ് അതിൻ്റെ ആൽഗോരിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ പൊസിഷൻ പറയുന്നത് ഒരു എഡ്ജ് പീസ് നമ്മുടെ ഫേസ് ആക്കി വരുന്ന രീതിയിലും ഒരു എഡ്ജ് പീസ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലുമാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിക്കാൻ സാധിക്കുന്നതല്ല, കാരണം ഇത് ഒരെണ്ണം നമ്മുടെ ഫേസ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റേ എഡ്ജ് പീസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ഒരെണ്ണം ഫേസ് ആക്കിയിട്ടും ഒരെണ്ണം റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലുമാക്കി പിടിച്ചതിന് ശേഷം ഈ ആൽഗോരിതം യൂസ് ചെയ്യുക. സ്മോൾ എഫ് പറയുമ്പോൾ നേരത്തെ നമ്മൾ എഫ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഫ് പറയുന്നത് ഈ ഫ്രണ്ടിലത്തെ ഒരു ലെയർ മാത്രമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നാൽ സ്മോൾ എഫ് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ലെയറും കൂടെ അതിൻ്റെ പിന്നിലുള്ള ലെയറും ഒരുമിച്ചിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് തിരിക്കുക എന്നതാണ്. അപ്പോൾ സ്മോൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മോൾ എഫ് ഡാഷ്. അതായത് 2 ലെയറും ഫ്രണ്ടിലത്തെ ലെയറും ബാക്കത്തെ ലെയറും ഒരുമിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. ഇങ്ങനെ. ഇപ്പോൾ എന്തായി? നമുക്ക് യെല്ലോയിൽ ഒരു പ്ലസ് ആയിട്ട് ഇവിടെയും രൂപപ്പെട്ടിരിക്കുന്നു. ഈ കേസ് നമ്മളിവിടെ സോൾവ് ചെയ്തു. ഇതിലെ തേർഡ് കേസ് പറയുന്നത് ഇതാണ്. അതായത് ഒരു എഡ്ജ് പീസ് പോലും സോൾവ്ഡ് ആകാത്ത രീതിയാണിത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കറക്റ്റ് പൊസിഷൻ ഒന്നുമില്ല. നേരത്തെ കേസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്താൽ മതി. ഞാൻ 1ാമത്തെ കേസിലെ ഇക്വേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണ്. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്കിവിടെ ലഭിച്ചത് 2ാമത്തെ കേസിൽ കണ്ടതുപോലെ 2 എഡ്ജ് പീസസ് സോൾവ് ആയിരിക്കുന്നു. അടുത്തടുത്ത 2 എഡ്ജ് പീസസ് ആണ് സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്കറിയാം.
അതായത് അതിലത്തെ ഒരു എഡ്ജ് പീസ് നമ്മുടെ ഫേസ് ആക്കി വരുന്ന രീതിയിലും ഒരു എഡ്ജ് പീസ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലും പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ കേസിൽ ഉപയോഗിച്ച ആൽഗോരിതം ഇവിടെ യൂസ് ചെയ്യുക. അതായത് സ്മോൾ എഫ് ഫസ്റ്റത്തെ ലെയറും സെക്കൻഡ് ലെയറും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുക. സ്മോൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മോൾ എഫ് ഡാഷ് ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും ലെയർ ഒരുമിച്ച് തിരിക്കുക. അപ്പോൾ നമ്മൾ 3 കേസുകളും സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചു. 7 സ്റ്റെപ്സിലത്തെ 4 സ്റ്റെപ്സും ഇവിടെ കറക്റ്റായിട്ട് സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ 4ാമത്തെ സ്റ്റെപ്പ് നമുക്ക് പൂർത്തീകരിച്ചപ്പോൾ ഒരു പ്ലസ്, യെല്ലോയിൽ ഒരു പ്ലസ് ലഭിച്ചു. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യെല്ലോ ഫുള്ളാക്കി കംപ്ലീറ്റ് ആക്കുക എന്നതാണ്. അപ്പോൾ അതിനായിട്ട് യെല്ലോയിലെ ഇനി 4 കോർണർ പീസുകൾ മാത്രമാണ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് ഏകദേശം ഇങ്ങനെയുണ്ടായിരിക്കും കാണാൻ. യെല്ലോ ഫുള്ള് കംപ്ലീറ്റഡും ഇപ്പം തന്നെ ഫസ്റ്റത്തെ സെക്കൻഡത്തെയും ലെയറും കംപ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെയായിരിക്കും ക്യൂബ് കാണാനിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ 4th സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് 5th സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ക്യൂബ് 3 തരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഈ കോർണർ പീസസ് സോൾവ്ഡ് ആയിട്ടുള്ളതിൻ്റെ ബേസിലാണ് എത്ര രീതിയിലെന്നും കൺസിഡർ ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 3 രീതിയിലാണ് ഉണ്ടാവുക. അതിലെ ഫസ്റ്റ് രീതിയാണ് ഇത്. അതായത് ഒരു കോർണർ പീസ് മാത്രം നമ്മൾ പ്ലസ് ഉണ്ടാക്കി 4ാമത്തെ സ്റ്റെപ്പിൽ ഒരു പ്ലസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കോർണർ പീസ് മാത്രം ഡിഫോൾട്ടായിട്ട് സോൾവ്ഡ് ആയിട്ട് വരുന്ന രീതി. ഈ രീതി എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഈ കോർണർ പീസ് സോൾവ്ഡ് ആയിട്ടുള്ള ഈ കോർണർ പീസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇങ്ങനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ശേഷം ഇക്വേഷൻ ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ തന്നെ പിടിക്കണം. ശേഷമാണ് ഇക്വേഷൻ ചെയ്യേണ്ടത്. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ നമുക്ക് എന്തായി? നമ്മുടെ യെല്ലോ ഫുള്ളായിട്ട് സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് കേസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിൻ്റെ ബേസ്. നമ്മുടെ യെല്ലോ ഫുള്ളാക്കുക. ഇപ്പോൾ നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എങ്ങനെ വരുന്നത് എന്ന് നോക്കാം. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ 2 കോർണർ പീസുകൾ സോൾവ്ഡ് ആയിട്ട് വരിക എന്നതാണ്. ഇതിൽ 2 കോർണർ പീസുകൾ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് പല രീതിയിലും വരാവുന്നതാണ്. ഓപ്പോസിറ്റ് തന്നെ ആവണം എന്നില്ല. ഇങ്ങനെ ഒരേ ലൈനിൽ വരുന്ന രീതിയിലും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വരാവുന്നതാണ്. പക്ഷേ 2 കോർണർ പീസുകളാണ് സോൾവ് ചെയ്തത് എന്ന കാര്യം മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ കേസിൽ നമ്മൾ ടോപ്പ് ലെയറിൽ ഉണ്ടായിരുന്ന ഒരു കോർണർ പീസുകളാണല്ലോ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കോർണർ പീസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസിൽ നമ്മൾ ഈ 3rd ലെയറിലേക്കാണ് നോക്കേണ്ടത്. 3rd ലെയറിൽ ഇവിടെ ഒരു മഞ്ഞ കളറുള്ള പീസ് വരത്തക്ക രീതിയിൽ വേണം പിടിക്കാൻ. ഇതിപ്പോൾ ഇവിടെയാണ് മഞ്ഞ കളറുള്ള പീസ്. ഇവിടെ ഒരെണ്ണം വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ തിരിച്ചു നോക്കാം. ഏതെങ്കിലും റൊട്ടേഷനിൽ ഇവിടെ ഒരു മഞ്ഞ കളറുള്ള പീസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാ ഇവിടെ പച്ചയാണ് വന്നിരിക്കുന്നത്. ഇതാ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ ഒരു മഞ്ഞ കളറുള്ള പീസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ ലഭിച്ചു. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിനായിട്ട് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിലുണ്ടായതുപോലെ ഒരു കോർണർ പീസ് മാത്രം സോൾവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്കറിയാം. ഈ കോർണർ പീസിന് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ യൂസ് ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 2 3 കൂടുതൽ പോകില്ല. 3 വട്ടം ചെയ്യുന്നതിലൂടെ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സോൾവ് ആയിട്ടില്ല, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇനിയും ഒരു വട്ടം കൂടി ഇത് ഒരു കോർണർ പീസ് തന്നെ അപ്പോഴും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക. വീണ്ടും ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ യെല്ലോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ 3rd കേസ് പറയുന്നത്. 3rd കേസിലാകുമ്പോൾ പ്ലസ് ഉണ്ടാകും, എന്നാൽ ഒരു കോർണർ പീസ് പോലും സോൾവ്ഡ് ആയിരിക്കുകയില്ല. അപ്പോൾ ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ കേസിൽ നമ്മുടെ യെല്ലോ ഇവിടെയായിരുന്നു, 2ാമത്തെ കേസിൽ നമ്മുടെ യെല്ലോ പീസ് ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കോർണർ പീസ് പോലും സോൾവ്ഡ് അല്ലാത്ത കേസിൽ നമ്മുടെ
യെല്ലോ പീസ് ഈ സൈഡിൽ വരുന്ന രീതിയിൽ പിടിക്കണം. നമ്മൾ ഇത് ഫേസ് ആക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ വരുന്ന രീതിയിൽ വേണം ഒരു യെല്ലോ പീസിനെ പിടിക്കാൻ. നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ ഈ സൈഡിൽ എനിക്കൊരു യെല്ലോ പീസിനെ ലഭിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ആൽഗോരിതം ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഫേസ് ആക്കി പിടിക്കുക. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക്, ഈ യെല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലും പിടിച്ച് ഇക്വേഷൻ ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് കേസിൽ കണ്ടതുപോലെയുള്ള ഒരു കോർണർ പീസ് മാത്രം സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. ഇതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്കറിയാം. ലെഫ്റ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ തുടരുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ നമുക്കെന്തായി? 3 കേസുകളും നമ്മൾ യെല്ലോ കംപ്ലീറ്റഡ് ആക്കി ലഭിച്ചിരിക്കുന്നു. 5 സ്റ്റെപ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഈ 5 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ 2 കേസസ് ആണ് ഉണ്ടാവുക. അതിനെ നമുക്ക് നോക്കാനുള്ളത് ഹെഡ്ലൈറ്റിനെ കുറിച്ചിട്ടാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 കളേഴ്സ്, ഈ എഡ്ജ് പീസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 കോർണർ പീസിൽ തേർഡ് ലെയറത്തെ 2 കളേഴ്സ് സെയിം ആയി വരിക. ഇപ്പോൾ ഇത് ബ്ലൂവും ഗ്രീനുമാണ്. അങ്ങനെ ഒന്ന് സെയിം ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ മാത്രമാണ് അങ്ങനെ ഒന്ന് സെയിം ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കേസ്. ഒരെണ്ണം മാത്രം സെയിം ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യിപ്പിക്കുക. അത് നമുക്ക് ഓൾറെഡി ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി. ഇതിന് ഹെഡ്ലൈറ്റ് എന്നാണ് പറയുന്നത്. ഈ 2 കോർണർ പീസുകൾ മാത്രം സോൾവ് ആയി വന്നു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ കേസൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് ഏകദേശം എങ്ങനെ ഉണ്ടാകും കാണാൻ. ഈ ഹെഡ്ലൈറ്റും ഈ ഹെഡ്ലൈറ്റും ഈ ഹെഡ്ലൈറ്റും അങ്ങനെ 4 ഹെഡ്ലൈറ്റുകളും കറക്റ്റായിട്ട് മാച്ച്ഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ എഡ്ജ് പീസ് ഒഴികെയുള്ള ബാക്കി ക്യൂബിലെ എല്ലാ പീസുകളും സോൾവ്ഡ് ആയിട്ട് നമുക്ക് 6ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ 2 കേസാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അത് 1ാമത്തെ കേസ് ഇതാണ്. ഒരു ഹെഡ്ലൈറ്റ്, ഈ 2 സെയിം ആയിട്ട് വരുന്ന ഒരു ഭാഗത്ത് ഒരു പെയർ മാത്രം സോൾവ്ഡ് ആയിട്ട് വരുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഈ രീതി വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ തൊട്ടു പിന്നിലാക്കി പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതായത് ഇത് നമ്മുടെ തൊട്ട് പിന്നിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ശേഷം ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഡാഷ് എഫ് ആർ ഡാഷ് B2 പറയുമ്പോൾ പിന്നിലത്തെ 2 ക്ലോക്ക് വൈസ് തിരിക്കുക. B2 ആർ എഫ് ഡാഷ് ആർ ഡാഷ് വീണ്ടും B2 R2. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ഇത് നമുക്ക് മാച്ച് ചെയ്ത് ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇവിടെ സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. 2ാമത്തെ കേസ് പറയുന്നത് ഇതാണ്. ഒരു ഹെഡ്ലൈറ്റ് പോലും സോൾവ്ഡ് ആയിട്ട് വരാത്ത രീതി. ഇപ്പോൾ ഇതിൽ ഹെഡ്ലൈറ്റ് സോൾവ്ഡ് അല്ല. ഒന്ന് ഓറഞ്ചും ഒന്ന് റെഡും ആണ് സോൾവ്ഡ് അല്ല. ഇവിടെ ഗ്രീനും ബ്ലൂ ആണ് സോൾവ്ഡ് അല്ല. ഇവിടെ റെഡും ഓറഞ്ചും ആണ് സോൾവ്ഡ് അല്ല. ഇവിടെ ഗ്രീനും ബ്ലൂ ആണ് സോൾവ്ഡ് അല്ല. അപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് പോലും സോൾവ്ഡ് അല്ലാത്ത ഈ രീതി എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇത് ഞാൻ ഹെഡ്ലൈറ്റ് ആണ് സങ്കല്പിച്ചു. ഏതെങ്കിലും ഒരെണ്ണം സങ്കല്പിച്ചാൽ മതി. ഞാനിത് സങ്കല്പിച്ചു. ശേഷം ഇത് നമ്മൾ ഹെഡ്ലൈറ്റ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ചെയ്യാറ്? ഇത് നേരെ പുറകിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ശേഷം ഇക്വേഷൻ യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ ഹെഡ്ലൈറ്റ് ഉള്ളപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് B2 ആർ എഫ് ഡാഷ് ആർ ഡാഷ് B2 R2. അപ്പോൾ നമുക്ക് എന്താണ് ലഭിച്ചത്? നമുക്ക് ഒരു പെയർ ഹെഡ്ലൈറ്റ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു. ഹെഡ്ലൈറ്റ് കറക്റ്റായിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഭാഗം ഹെഡ്ലൈറ്റ് ആയിട്ട് സങ്കല്പിച്ച് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഭാഗം ഹെഡ്ലൈറ്റ് ആയിട്ട് ലഭിച്ചു. ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നമുക്കറിയാം. ആ ഹെഡ്ലൈറ്റിനെ നമ്മൾ തൊട്ട് പിന്നിലാക്കി വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ തുടരുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് B2 ആർ എഫ് ഡാഷ് ആർ ഡാഷ് B2 R2. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ഇവിടെ സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഹെഡ്ലൈറ്റും ഇവിടെ സോൾവ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 6th സ്റ്റെപ്പും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 7th സ്റ്റെപ്പാണ്.
അപ്പോൾ 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എഡ്ജ് പീസസും കൂടി സോൾവ്ഡ് ആയിട്ട് വരുത്തുക എന്നതാണ്. അപ്പോൾ ഇതിൽ എഡ്ജ് പീസസ് മാത്രമാണ് ഇപ്പോൾ സോൾവ് ആകാത്തതുള്ളത്. ആ സ്റ്റെപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്യൂബ് ഇവിടെ സോൾവ്ഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ആകെ ഒരു ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ. നമ്മുടെ ക്യൂബ് സോൾവ് ചെയ്താൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാകും. ഫുള്ളായിട്ട് നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകും ക്യൂബ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ എന്ന് നോക്കാം. ചെയ്യാനായിട്ട് നമുക്ക് 2 കേസസ് ആണ് ഉണ്ടാവുക. അതിലത്തെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിലൊരു ബാർ ഉണ്ടാകും, ഒരേ ഒരു ബാർ. അപ്പോൾ ആ ബാർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നേർരേഖയിൽ ഈ എഡ്ജ് പീസും കൂടി സോൾവ്ഡ് ആയിട്ട് ചില സമയത്ത് നമ്മൾ 6ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7th സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ബാറായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് ബാറല്ല, ഇതിൽ ഈ എഡ്ജ് പീസ് ഡിഫറെൻറ്റ് ഒരു ഓഡ് വണ്ണ് പോലെയാണ് നിൽക്കുന്നത്. ഇതും ബാറല്ല, എന്നാൽ ഇത് ബാറാണ്. അതായത് ഇത് ഫുള്ള് ഈ ഒരു ലൈന് മൊത്തം കംപ്ലീറ്റഡ് ആയി ലഭിക്കുന്നതിനാണ് ഒരു ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ബാർ വരുന്ന ഈ ഭാഗം നമ്മുടെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ 6ാമത്തെ സ്റ്റെപ്പിൽ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഹെഡ്ലൈറ്റിൻ്റെ ബാക്കിൽ പിടിക്കുന്നതിന് പകരം ഈ ബാറിനെ നമ്മുടെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക. ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. അപ്പോൾ നമുക്കെന്തായി? നമ്മുടെ ക്യൂബ് സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ബാർ പോലും ലഭിക്കാത്ത കേസാണ്. ഇതിലിപ്പോൾ 4 ഭാഗത്തും ഒരു ബാർ പോലും ലഭിച്ചിട്ടില്ല. ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ബാറാണെന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ചതിന് ശേഷം അത് നമ്മുടെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ തന്നെ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. അപ്പോൾ നമുക്കെന്തായി? ഒരു ബാറായിട്ട് ഒരു സൈഡും ബാറായിട്ട് ലഭിച്ചിരിക്കുന്നു. ബാക്കി എല്ലാതും ഹെഡ്ലൈറ്റ് പോലെ ലഭിച്ചിരിക്കുന്നു. ഒരു സൈഡ് ബാറായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു. ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നമുക്ക് അറിയാം. ഫസ്റ്റ് കേസിൽ ചെയ്തതുപോലെ തന്നെ ഈ ബാറിനെ നമ്മുടെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. അപ്പോൾ നമുക്കെന്തായി? നമ്മുടെ ക്യൂബ് ഫുള്ളായിട്ട് സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യൂബ് മുഴുവനായിട്ട് ഇവിടെ സോൾവ്ഡ് ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ മൊത്തം ഇത് 7 സ്റ്റെപ്പ് കൊണ്ടാണ് സോൾവ് ചെയ്തത്. 7 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വൈറ്റിലൊരു പ്ലസ് ഉണ്ടാക്കി, പിന്നെ ആ പ്ലസ്സിന് 4 കോർണേഴ്സ് വരുന്ന രീതിയിൽ സോൾവ് ആക്കി. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് നമ്മൾ ഈ മിഡിൽ ലെയറിൽ 4 എഡ്ജ് പീസ് സോൾവ് ആക്കി. ഫോർത്ത് സ്റ്റെപ്പിൽ ഒരു പ്ലസ് യെല്ലോയിൽ ഒരു പ്ലസ് രൂപപ്പെടുത്തി. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ആ പ്ലസ് ഉപയോഗിച്ച് ബാക്കി 4 കോർണർ പീസുകളെ സോൾവ് ആക്കി. സിക്സ്ത് സ്റ്റെപ്പിൽ ഇവിടെ 2 ഹെഡ്ലൈറ്റ്, ഈ കോർണർ പീസുകൾ, ഒരു കോർണർ പീസിൻ്റെ ഇങ്ങനെ ഹെഡ്ലൈറ്റുകൾ സോൾവ് ആക്കി. 7th സ്റ്റെപ്പിൽ നമ്മൾ യെല്ലോയുടെ ഈ എഡ്ജ് പീസുകളെയും സോൾവ് ആക്കി. അതോടെ നമ്മുടെ ക്യൂബ് മുഴുവനായിട്ട് സോൾവ്ഡ് ആയിട്ട് ലഭിച്ചു. ഇതാണ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയിൽ യൂസ് ചെയ്ത എല്ലാ ഇക്വേഷൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള മറ്റ് ക്യൂബ്സിൻ്റെ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് ഉറപ്പുവരുത്തണം. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് മുഹമ്മദ് അഫ്സൽ സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ് ഡേ.